നമസ്കാരം. കുറച്ചു ദിവസം മുമ്പ് 24 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് സോജൻ വർഗീസ് എന്ന വ്യക്തി അത്യാവശ്യം വൈറലായിരുന്നു. അപ്പൊ ഈ സോജൻ വർഗീസിനെ സോജൻ അച്ചായൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. യൂട്യൂബർ തൊപ്പിയുടെ ഉറ്റ സുഹൃത്തായിട്ട് വരും ഈ സോജൻ അച്ചായൻ. ആ വീഡിയോ അത്യാവശ്യം വൈറലായ സമയത്ത് ഈ സോജൻ അച്ചായനെതിരെ കുറെ ആരോപണങ്ങൾ ഉയർന്നു വന്നായിരുന്നു. അപ്പൊ അയാൾക്കെതിരെ ഉയർന്നു വന്ന മെയിൻ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് കുറേ പൈസ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തു നിന്നും ഫോളോവേഴ്സിന്റെ അടുത്തു നിന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ തൊപ്പിയൊക്കെ വന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 വീഡിയോസ് യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. പൈസ വേണം, അമ്മയ്ക്ക് വയ്യ, 6 ലക്ഷം രൂപയോളം വേണം, അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പൈസ വാങ്ങിച്ചെടുത്തത്. ആ കിട്ടിയ പൈസയാണ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നത് എന്നാണ് എല്ലാവരും അയാൾക്കെതിരെ ഉന്നയിച്ച് ആരോപണം. BMW എടുക്കുന്നു, മൂന്നാർക്ക് ടൂറ് പോകുന്നു, ഹണിമൂണിന് പോകുന്നു, ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയ പൈസയൊക്കെ ഈ പൈസയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിനുശേഷം ഈ സോജൻ അച്ചായനും കല്യാണം കഴിഞ്ഞ് ആതിര എന്ന് പറയുന്ന പെങ്കൊച്ചും ഒരു ഇന്റർവ്യൂവിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് കല്യാണത്തിലേക്ക് കടന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോ ഈ സോജൻ അച്ചായനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാണ്. ഈ സോജൻ അച്ചായൻ നമ്മളാരും വിചാരിച്ച വ്യക്തിയെ അല്ല. അപ്പോൾ ഇയാൾക്കെതിരെ ഇപ്പൊ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നേക്കുന്നത് ഈ സോജൻ വർഗീസിന്റെ അടുത്ത ബന്ധുവാണ്. അപ്പൊ ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ പറ്റിക്കുക എന്നുള്ളത്. ഇയാൾ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ വഞ്ചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ എന്നും കാശ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ആ ബന്ധുവിന്റെ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിജു എന്നാണ്. ഞാൻ വീട് വയനാടാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവൻ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരേലുള്ള പൈസ മേടിച്ചെടുക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് കൊണ്ടൊരു താലി കെട്ടും. എന്നിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്ന് മദ്രാസിൽ പോകുന്നു പറഞ്ഞ് ഇവനങ്ങ് പോകും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മാവൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ. ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂലെന്ന് അറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂലെന്ന് അറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവർ നടത്തി കൊടുത്തു. പക്ഷേ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം. അങ്ങനെ പല എൻ്റെ അടുത്ത് കുറേ പൈസ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടി ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവൻ്റെ കമ്പ്യൂട്ടർ, അവൻ്റെ കയ്യിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ. ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്തോടെ ഉണ്ട്. കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തില്ലായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ. ഈ വോയിസ് റെക്കോർഡിലുള്ളത് ഈ സോജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ബന്ധുവാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമാകാൻ 90% സാധ്യതയുണ്ട്. അങ്ങനെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിക്കാതെ ആ തെളിവുകളൊക്കെ തന്നെ മീഡിയാസിന് മുമ്പിൽ കൊണ്ടുവരണം. കാരണം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന വ്യക്തിയെ നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഒത്തിരി ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പറയുന്ന ഈ ബന്ധുവിനെയും പറ്റിച്ചിട്ടുണ്ട്. ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ഇയാള് തട്ടിയെടുത്തിട്ടുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞ്. അമ്മാവന്റെ മകളെ വരെ വെച്ച് കാശുണ്ടാക്കി എന്ന് പറയുന്നു, വയ്യാത്ത മകളെ വരെ വെച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അമ്മയെ വെച്ചും കാശുണ്ടാക്കുമായിരുന്നു. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് 4-5 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ തൊപ്പിയാണ് വന്ന് അമ്മയ്ക്ക് വയ്യ, കാശ് വേണം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോസിന്റെ ഒക്കെ ബാക്കിയായിട്ട് എന്തുമാത്രം പൈസ ഇയാൾക്ക് കിട്ടിക്കാണും. ഒരു വീഡിയോ 2 ലക്ഷം പേര് വെച്ച് കാണുവാണ്. ആ 2 ലക്ഷം പേര് 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാലും എത്ര രൂപ കിട്ടും? വേണ്ട, 1 രൂപ വെച്ചിട്ട് കഴിഞ്ഞാലും എത്ര രൂപ കിട്ടും?
അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചയായിരിക്കും ഇയാൾ ചെലവാക്കിയത്. ബാക്കി പൈസയാണ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നത്. ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല, ഒരു പൈസ പോലും ദൂർത്തടിക്കുന്നില്ല, ഇപ്പോഴും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കുവാണെന്നാണ് ഇയാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് പ്രൂഫ് ഹാജരാക്കുന്നില്ല? എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവായി, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ കണക്കുകൾ ഹാജരാക്കാൻ പറ്റുമല്ലോ. ഇയാൾ ഇതുവരെയും കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും വന്നത് കൈ നീട്ടുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്കൊക്കെ പൈസ ഇട്ട് കൊടുക്കാതിരിക്കുന്നവരെ വേണം ആദ്യം പറയാൻ. അതല്ലാതെ എന്തു പറയേണ്ടത്? ഇത്രയും പറ്റിപ്പ് നടത്തി, ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പോഴും ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അത്യാവശ്യം വലിയൊരു വോയിസ് റെക്കോർഡാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളൊരു ചെറിയ ഭാഗം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ്. കുറേ കാലം അവൻ്റെ അമ്മാവൻ്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഇളയ പെണ്ണിനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ, മൂത്ത പെണ്ണിനെ കെട്ടിയ ആൾ ഞാൻ, അതായത് ഗൾഫിലാണുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ്. അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അവൻ്റെ പൈസ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. കുറേ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈൽ വേണം, പൈസ കുറേ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇയാളുടെ കയ്യിലില്ലാത്ത വേലയൊന്നും ഇല്ലല്ലോ. വിവാഹ തട്ടിപ്പ്, കാശ് വാങ്ങിക്കുന്നു, രോഗം പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നു, മകളെ കാണിച്ച് കാശ് വാങ്ങിക്കുന്നു, പെൺപിള്ളാരെ കാണിച്ച് കാശ് വാങ്ങിക്കുന്നു. എന്തോന്നടേ ഇത്? ഈ പെങ്കൊച്ച് എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ ചെന്ന് പെട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചല്ലോ, ആതിര എന്ന് പറയുന്നത്. ആ പെങ്കൊച്ച് അമ്മയെ നോക്കാൻ വന്നതാണെന്നാണ് പറയുന്നത്. ഇതിന് മുമ്പേ ഇയാളുമായിട്ട് സോഷ്യൽ മീഡിയ വഴി സൗഹൃദത്തിലായിരുന്നു. അതിനുശേഷം അമ്മയെ നോക്കാൻ വന്നതാണ്. അമ്മയെ നോക്കാൻ വന്നപ്പോൾ സ്പാർക്ക് അടിച്ചു, കല്യാണം കഴിച്ചു എന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇനി ഈ പെങ്കൊച്ചും കൂടെ അറിഞ്ഞോണ്ടാണോ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്, തരികിടയൊക്കെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം.